ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു പുതിയ ഫോൺ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഡിസംബർ ആവുന്നു, ജനുവരി, ഫെബ്രുവരി, പുതിയ വർഷം, അതായത് ഒരു പുതിയ ഫോണൊക്കെ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം? ടെക് എക്സ്പേർട്സിന് എല്ലാം അറിയാമായിരിക്കും. ഒന്നും അറിയാത്ത സാധാരണക്കാർക്ക് നോർമലി ഒരു ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ എപ്പോഴും ഇവരോടൊക്കെ ചോദിക്കണം. അല്ലെങ്കിൽ ചോദിക്കാതെ കടയിൽ പോയി വാങ്ങിച്ചാൽ കടക്കാർ വല്ല പഴയ മോഡലൊക്കെ എടുത്ത് വീട്ടടിയാത്ത മോഡലൊക്കെ എടുത്ത് ചിലപ്പോൾ വിറ്റ് സെയിലാക്കും. അങ്ങനെ നമ്മുടെ ചിലപ്പോൾ മോശം ഫോണുകൾ വന്നുപെടാം. എന്തായാലും ഈ ഒരു സംഗതികൾ മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കാതെ നോർമലി ഈസി ആയിട്ട് നമുക്കൊരു നല്ല ഫോൺ എങ്ങനെ സെലക്ട് ചെയ്യാം, അതിനുള്ള സിമ്പിൾ വേ ആണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളെല്ലാം നിരത്തുന്നില്ല. ഒരു നോർമൽ യൂസർക്ക് ഈസി ആയിട്ട് പോയിട്ട് വാങ്ങിക്കാൻ ഒരു 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അതെന്താണെന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് 1 by 1 ആയിട്ട് നോക്കാം എൻ്റെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 3-4 മിനിമം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഏറ്റവും നല്ല ഫോൺ നോക്കി നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ നല്ല കണ്ടീഷനായ ഒരു ഫോൺ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു നല്ല ബ്രാൻഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ആൾക്കാർ യൂസ് ചെയ്ത് കാണുന്നത് ഏതാണ്? സാംസങ് ആണോ, ഷവോമി ആണോ, വിവോ ആണോ? നമ്മുടെ സുഹൃത്തുക്കളിൽ കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് നോക്കുക. പിന്നെ ഒരു ബ്രാൻഡ്, ഇപ്പോൾ വിവോ അല്ലെങ്കിൽ ഷവോമി നമ്മൾ ഒരെണ്ണം കണ്ടു, ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലതാവാൻ വഴിയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡ് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ്. ആ ബ്രാൻഡിൻ്റെ ഏറ്റവും പുതിയ ഫോണുകൾ, എന്തായാലും ഒരു 2-3 ഫോണുകളെങ്കിലും പുതിയതുണ്ടാവും. നമ്മുടെ ബഡ്ജറ്റ് നോക്കുക, 20,000 താഴെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന് മുകളിലേക്ക് നിങ്ങൾ എന്തായാലും ഹൈ എൻഡ് സ്പെക്ക് ആയിരിക്കും. അപ്പോൾ അതിന് താഴെയുള്ള ഫോണുകളാണെങ്കിൽ ആ ഒരു പ്രൈസിൽ വരുന്ന ഏറ്റവും പുതിയ ഫോണുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ആ ബ്രാൻഡിൻ്റെ ഇതിലൊന്നും പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഇല്ല. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കാം, അല്ലെങ്കിൽ ഷോപ്പിൽ തന്നെ പോയി ചോദിക്കാം, ഈ ബ്രാൻഡിൻ്റെ ഏറ്റവും പുതിയ ഫോണുകൾ ഏതാണെന്ന് ജസ്റ്റ് ചോദിക്കാം. അപ്പോൾ അവർ തന്നെ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഷോപ്പിലേക്ക് വിളിച്ച് ചോദിച്ചാൽ പോലും അവർ പറയും ഇന്ന ബ്രാൻഡിൻ്റെ പുതിയ ഫോണുകൾ ഇന്നതൊക്കെയാണ്. അപ്പോൾ ആ മോഡലുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഒരു 2-3 സെലക്ട് ചെയ്ത് വെക്കുക. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, കാണാൻ നല്ല ഭംഗി തോന്നുന്ന, അട്രാക്ഷൻ തോന്നുന്ന, നല്ല ഫോണായിട്ട് തോന്നുന്ന ഒരെണ്ണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും നല്ല ബ്രാൻഡ്, നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുക്കുന്നു. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു നല്ല ബ്രാൻഡിനെ സെലക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഫോൺ, ഇഷ്ടമുള്ള മോഡൽ, കാണാൻ ഭംഗി, നമുക്ക് തൃപ്തിയാവുന്ന ഒരു മോഡൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അവിടെ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. അവിടെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയത് ഏതാണെന്നൊക്കെ ആരോടെങ്കിലും ചോദിക്കാനുള്ളൂ. സോ ഇങ്ങനെ നിങ്ങളൊരു മോഡൽ അങ്ങ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ കുറേ കാര്യങ്ങൾ ആൾക്കാരൊക്കെ പറയും. അതിൻ്റെ റിയർ സൈഡിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ്, 3യുടെ പ്രൊട്ടക്ഷനാണ്, പ്ലാസ്റ്റിക് ഡിസൈനാണ്, ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ്, 3 പ്രൊട്ടക്ഷനാണ്. ഇതൊന്നും ചിന്തിക്കണ്ട. കാരണം താഴെ വീണാൽ ഗൊറില്ല ഗ്ലാസ് 5ഉം പൊട്ടും, സാധാരണ ഗ്ലാസുകളും പൊട്ടും. ബട്ട് കമ്പാരിറ്റീവ്ലി ഇത്തിരി സ്ട്രെങ്ത് കൂടുതൽ ഗൊറില്ല ഗ്ലാസിന് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് നോർമലി ഒരുപാട് പേരും കേസൊക്കെ ഇട്ട് സേഫ് ആയിട്ടാണ് യൂസ് ചെയ്യുക. സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ കാലം നിൽക്കും ഈ ഫോണൊക്കെ. ഈവൻ എൻ്റെ iPhone 11 ഞാൻ ഇപ്പോഴും ഒരു ഗ്ലാസ് വിടുന്നില്ല. പക്ഷേ താഴെ ഇടാതെ 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടു കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ താഴെ ഇതുവരെ വീണിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും സൂക്ഷിച്ച് ഉപയോഗിക്കാൻ കഴിയും. സൂക്ഷിച്ചില്ലെങ്കിൽ ഗൊറില്ല ഗ്ലാസ് ആണെങ്കിലും പൊട്ടും. സോ ആ വക ടെക്നിക്കൽ സ്പെക്കൊന്നും നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് നല്ലൊരു ഫോണായിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഒരെണ്ണം സെലക്ട് ചെയ്യുക. അപ്പോൾ അതാണ് ആദ്യത്തെ പടി, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, മോഡൽ സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും സെലക്ട് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോൺ നോക്കി, കണ്ടാൽ ഭംഗിയുള്ള നോക്കി സെലക്ട് ചെയ്യും. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നല്ല പെർഫോമൻസ്, ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ എങ്ങനെ കിട്ടും? ഒരു സാധാരണക്കാരൻ, ഞാൻ പറഞ്ഞ ഈ വീഡിയോ ഒരു സാധാരണ വലിയ ടെക്കൊന്നും അല്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോസസ്സറും അതിൻ്റെ 7nm പ്രോസസ്സും അതിൻ്റെ ടെമ്പറേച്ചർ ലെവൽ കൺട്രോൾ ആവുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ലെങ്കിൽ, 20,000 താഴെയാണെങ്കിൽ നിങ്ങൾക്കൊരു 14,000 രൂപ തൊട്ട് അങ്ങോട്ട് നോക്കിയാൽ പ്രോസസ്സർ നിങ്ങൾ ജസ്റ്റ് നോക്കാതിരിക്കുക. കാരണം റെഡ്മി, റിയൽമി ഫോണുകളിലൊക്കെ ആണെങ്കിൽ പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 720, 730, 32 അല്ലെങ്കിൽ മീഡിയാടെക് G90, 90T, 95 അങ്ങനെയുള്ള ഏത് പ്രോസസ്സർ ആണെങ്കിലും ഏറെക്കുറെ ഒരേ പെർഫോമൻസ് ആയിരിക്കും. 10,000 രൂപയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ ആണെങ്കിൽ 662, 665, മീഡിയാടെക് G85 ആ റേഞ്ചിലുള്ള പ്രോസസ്സറുകളൊക്കെ അവിടെ നല്ല പ്രോസസ്സറുകളാണ്. മിക്കവാറും എല്ലാ ഫോണുകളും ഈ പ്രോസസ്സറുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. ഇനി അതിലും താഴെയാണെങ്കിൽ 8,000, 9,000 രൂപ റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ G35, സ്നാപ്ഡ്രാഗൺ 460, 450 അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രോസസ്സറുള്ള ഫോണുകൾ നോക്കാം. ബട്ട് ഇതൊക്കെ ഇത്തിരി കോംപ്ലിക്കേഷൻ ആണ്. ബട്ട് പ്രോസസ്സർ നോക്കുന്നവർക്ക് അത് നോക്കാം. അത് നോക്കിയില്ലെങ്കിൽ തന്നെയും നിങ്ങൾ നോർമലി ഒരു ഫോൺ എടുക്കാൻ പോകുമ്പോൾ അവിടെ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റാം ആൻഡ് സ്റ്റോറേജ് ആണ്. ഏറ്റവും മിനിമം റാം എന്ന് പറയുന്നത് 4GB റാമാണ്. റെക്കമെൻഡ് 6GB ആണ്. 6GB റാമുള്ള ഫോൺ ഉണ്ടെങ്കിൽ ഒരു ലാഗ് ഇല്ലാതെ ഒരുവിധം നന്നായിട്ട് നമുക്ക് ആ ഒരു ഫോൺ യൂസ് ചെയ്യാൻ കഴിയും. എല്ലാ ആപ്ലിക്കേഷനും ഒരേ ലെവലിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ സാധിക്കും. പ്രോസസ്സർ ഏതോ ആയിക്കോട്ടെ, അത് 720 ആയിക്കോട്ടെ. ഇപ്പോൾ ഓപ്പോയുടെ ഫോണൊക്കെ ആണെങ്കിൽ P35 പോലെ ചെറിയ പ്രോസസ്സറൊക്കെ ആയിരിക്കും, പവർ കുറഞ്ഞ പ്രോസസ്സറൊക്കെ ആയിരിക്കും. ബട്ട് റാം കൂടുതലുണ്ടെങ്കിൽ ആ പ്രോസസ്സറിൻ്റെ ഒരു പെർഫോമൻസ് അതെന്താണോ തരുന്നത്
അത് കുറേ കാലം നമുക്ക് കിട്ടും. എത്ര ആപ്ലിക്കേഷൻ ഇട്ടാലും നൈസായിട്ട് അത് വർക്ക് ചെയ്യും. സോ റാം എപ്പോഴും മിനിമം 4GB എങ്കിലും. നിങ്ങളൊരു 14,000 രൂപ വരെയാണെങ്കിൽ 4GB എടുത്താൽ മതി. 15 രൂപ മുകളിലേക്കോ 15 രൂപ റേഞ്ചിലേക്കോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 6GB തന്നെ പരിഗണിക്കുക. അപ്പം നല്ല റാം ലെവലിൽ നിങ്ങൾക്ക് നല്ലൊരു സ്മൂത്തായ ഓപ്പറേഷൻ നമുക്ക് ഫോണിലുടനീളം കിട്ടും. സോ അത് മാത്രം പോരാ, അത് ഒരു ഘടകം. സ്റ്റോറേജും പ്രധാന ഘടകമാണ്. ഫോണിൽ സ്റ്റോറേജ് എപ്പോഴും ഒരു 10GB എങ്കിലും, റെക്കമെൻഡഡ് 10GB എങ്കിലും ഫ്രീ സ്പേസ് ഉണ്ടെങ്കിലാണ് ഫോൺ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ നോക്കുക, ലാഗുള്ള ഫോണാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്റ്റോറേജ് ഒന്ന് പരിശോധിക്കുക. മിക്കവാറും അതിൻ്റെ സ്റ്റോറേജ് ലോ ആയിരിക്കും. സോ സ്റ്റോറേജ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെ നമുക്ക് ഏകദേശം ഒരു 64 ഒരു മിനിമം ലെവലിൽ നമുക്ക് കീപ്പ് ചെയ്യാം. അത്രയെങ്കിലും സ്റ്റോറേജ് ഉള്ള ഫോൺ എടുക്കാൻ ശ്രമിക്കുക. സോ 4GB റാം 64GB സ്റ്റോറേജ് ഇതാണ് മിനിമം. കൂടുതൽ എടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ 6GB റാമെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. സ്റ്റോറേജും കൂട്ടാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 128ലേക്ക് ശ്രമിക്കാം. ബട്ട് മിനിമം 4GB റാമും 64GB സ്റ്റോറേജും മസ്റ്റാണ്. ഒരു സ്മൂത്ത് ആയ ഓപ്പറേഷൻ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് തരണമെങ്കിൽ അത് മസ്റ്റാണ്. എന്തുകൊണ്ട് 64 32 പോരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32GB സ്റ്റോറേജിനകത്ത് നമ്മുടെ സിസ്റ്റം യൂസൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഏറെക്കുറെ ഒരു 10-12GB ഒക്കെ ആയിരിക്കും നമുക്ക് യൂസർക്ക് കിട്ടാൻ പോകുന്നത്. അതെന്തായാലും തികയില്ല. സോ 64GB സ്റ്റോറേജ് മസ്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു പെർഫോമൻസിൻ്റെ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം 4GB റാമും 64GB സ്റ്റോറേജുമാണ് മിനിമം. ബാക്കിയുള്ള കാര്യങ്ങൾ UI അതൊക്കെ നിങ്ങൾ ഏത് മോഡൽ എടുക്കുന്നോ ആ മോഡലിൻ്റെ UI ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ലേറ്റസ്റ്റ് ഫോൺ ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ലേറ്റസ്റ്റ് സെലക്ട് ചെയ്താൽ ഏറെക്കുറെ ലേറ്റസ്റ്റ് OS ആൻഡ്രോയിഡ് 10 തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി അങ്ങോട്ട് ആൻഡ്രോയിഡ് 11 വരാം. സോ ലേറ്റസ്റ്റ് ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം ലേറ്റസ്റ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ റാമും സ്റ്റോറേജും മെയിനായിട്ട് നോക്കുക. നിങ്ങൾക്ക് പ്രൊസസ്സർ നോക്കാൻ അറിയില്ലെങ്കിൽ ഇത് മാത്രം നോക്കിയാലും നിങ്ങൾക്ക് ഒരു നല്ല സെറ്റപ്പ് ഉള്ള ഫോൺ കിട്ടും. എന്നാൽ ഗെയിം കളിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഫോൺ നോക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രൊസസ്സർ നോക്കുക. സോ അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഗെയിമിംഗ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള പ്രൊസസ്സർ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ പ്രൊസസ്സറെ നോക്കേണ്ട, റാമും സ്റ്റോറേജും മാത്രം ഈ രീതിയിൽ നോക്കിക്കൊണ്ട് പെർഫോമൻസ് നോക്കി സെലക്ട് ചെയ്യാം. ഇനി ക്യാമറയുടെ കാര്യം, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ വലിയ ക്യാമറ സെൻട്രിക് ഒന്നുമില്ല, ക്യാമറ യൂസ് ചെയ്യില്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ നോർമലി എല്ലാവരും ഫോൺ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഏറ്റവും നല്ല ക്യാമറ ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും ടെക്കികളൊക്കെ പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് അതിൽ 13 ഉള്ളൂ, ഇതിൽ 12 മെഗാ പിക്സൽ, ഇത് അതിൽ 48 ഉണ്ട്, ഇതിൽ 32 ഉണ്ട്, അങ്ങനെ മെഗാ പിക്സലുകൾ പറയുന്നത് കേൾക്കാം. നിങ്ങൾ അതൊന്നും നോക്കണ്ട. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നല്ല ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ്, ഇഷ്ടപ്പെട്ട മോഡൽ സെലക്ട് ചെയ്തു. റാമും സ്റ്റോറേജും അനുസരിച്ച് നിങ്ങൾക്ക് നല്ല പെർഫോമൻസിന് വേണ്ടുന്ന ഒരു മിനിമം റാമും സ്റ്റോറേജും ഉള്ളൊരു ഫോൺ സെലക്ട് ചെയ്തു. ഗെയിമേഴ്സ് ആണെങ്കിൽ പ്രൊസസ്സർ കൂടി നോക്കിക്കൊണ്ടൊരു നല്ല ഒരു പെർഫോമൻസ് ഉള്ള ഒരു മോഡൽ, ഒരു റേഞ്ച് ഫോൺ സെലക്ട് ചെയ്തു. ഇത് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ആദ്യം ചെയ്തതിന് ശേഷമാണ് ക്യാമറയിലേക്ക് നമ്മൾ വരുന്നത്. നോർമലി നിങ്ങൾ ക്യാമറയ്ക്ക് വേണ്ടിയാണ് ഫോൺ എടുക്കുന്നതെങ്കിൽ ആദ്യം ക്യാമറയുടെ കാര്യം നോക്കുക. അതല്ലെങ്കിൽ ഇവിടെ ഈ 2-3 കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ക്യാമറയിലേക്ക് വരിക. എങ്ങനെയാണെങ്കിലും ക്യാമറ സെലക്ട് ചെയ്യുന്നത് വളരെ ഈസിയായ മെത്തേഡാണ്. നമുക്ക് യൂട്യൂബിൽ ഇപ്പോൾ ഏതാണെങ്കിലും സാംസങ് M31s ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ക്യാമറ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യാൻ ജസ്റ്റ് യൂട്യൂബിൽ കയറി സാംസങ് M31s ക്യാമറ റിവ്യൂ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ക്യാമറ സാമ്പിളുകൾ അടങ്ങിയ ഒരു വീഡിയോ വരും. ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഓഡിയോ അപ്പം തന്നെ മ്യൂട്ട് ചെയ്യാം. അതായത് അതിൻ്റെ സൗണ്ട് അവർ പറയുന്ന ഒന്നും കേൾക്കണ്ട. കാരണം നമ്മളെപ്പോലുള്ള ടെക്കുകൾ പറയുമ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ, ഡൈനാമിക് റേഞ്ചിലെ ഒരു ക്വാളിറ്റി കുറവ്, അല്ലെങ്കിൽ ഷാഡോയിൽ ഇത്തിരി ഡിം ആയിരിക്കുന്നു, ഷാഡോ ഇത്തിരി എക്സ്പോസ്ഡ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ വൈറ്റ് ഇത്തിരി എക്സ്പോസ്ഡ് ആയിരിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പല ടേംസ് ഉപയോഗിക്കും. ഇതൊക്കെ കൂടി കേട്ട് കഴിഞ്ഞാൽ ഇത് എന്തുവാ ഈ ഫോൺ ഇത്രയധികം പ്രശ്നങ്ങളുണ്ട്, ഇത്രയധികം കാര്യങ്ങളുണ്ട് ഈ ക്യാമറയിൽ നിന്നൊക്കെ തോന്നും. ഇതൊക്കെ വിട്ടിട്ട് ആ ഓഡിയോ അങ്ങ് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ക്യാമറയുടെ ഇമേജുകളും വീഡിയോകളും അതിൻ്റെ ക്വാളിറ്റിയാണ്. സോ അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു ക്യാമറയുടെ ഇമേജുകൾ കണ്ടിട്ട് ഇഷ്ടമായോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും ക്വാളിറ്റിയും ഒക്കെ അത് തരുന്നുണ്ടോ, നിങ്ങൾ കാണുക, നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ആ ഒരു സാച്ചുറേഷൻ ലെവലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഇമേജ് എങ്ങനെയുണ്ട്. സാച്ചുറേഷൻ, ഡൈനാമിക് റേഞ്ച് ഒന്നും നോക്കണ്ട. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് മാത്രം നോക്കുക. ഓവറോൾ നിങ്ങൾക്ക് ആ ക്യാമറയുടെ ഇമേജുകളും വീഡിയോ ക്വാളിറ്റിയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് നിങ്ങൾക്കുള്ള ക്യാമറയാണ്, നിങ്ങൾക്ക് പറ്റിയ ക്യാമറയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ടാന്ന് വയ്ക്കാം. സോ ഈ രീതിയിൽ ഓഡിയോ കളഞ്ഞിട്ട് വീഡിയോ മാത്രം കണ്ട ആ ഇമേജുകളുടെ ക്വാളിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാമറ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ഈസി ആയിട്ട് ഒരു സാധാരണക്കാരനെ ക്യാമറ, നല്ല ക്വാളിറ്റിയുള്ളൊരു ക്യാമറ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാമറ സെലക്ട് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ ക്യാമറയുടെ ഭാഗത്ത്. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഷൂട്ടിംഗ് പോലുള്ള പർപ്പസുകൾക്കാണെങ്കിൽ 4K ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഫ്രെയിം പെർ സെക്കൻഡ് എത്ര കിട്ടുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെക്ക് നോക്കാം. ബട്ട് നോർമൽ യൂസറെ സംബന്ധിച്ച് ക്വാളിറ്റി മാത്രം കണ്ടാൽ മതി, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മിനിമം 4000-4500 mAh ബാറ്ററിയെങ്കിലും, 500 mAh, 4500 എന്ന് പറയുന്ന ഒരു ബാറ്ററി ലെവലിൽ നിന്ന് അങ്ങോട്ട് 6000-7000 വരെ mAh ഉള്ള ഫോണുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 5000 ഒരു ആവറേജ് ആണ്. 4500-5000 റേഞ്ചുള്ള ഒരു ബാറ്ററി, 4500-5000 mAh ബാറ്ററി ഉള്ളൊരു ഫോണാണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. അതിന് നിങ്ങൾ ഒട്ടും തന്നെ പറയടാവണ്ട. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും
ഒരു മിനിമം ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് തരുന്നുണ്ട്. അതിൽ കൂടുതൽ ബാറ്ററി ലൈഫ് തരുന്ന ഫോണുകളാണ്. സോ ഒരു നോർമൽ യൂസർക്ക് ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് കിട്ടാൻ ജസ്റ്റ് ബാറ്ററിയുടെ സെക്ഷനിൽ എത്ര mAh ബാറ്ററി ആണെന്ന് മാത്രം നോക്കുക. 4500 അല്ലെങ്കിൽ 5000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസത്തെ കാര്യം സുഖമായിട്ട് നടക്കും. അതിൽ കൂടുതൽ ബാറ്ററി ലൈഫ് ഗെയിമേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ ഘടകങ്ങളൊക്കെ പരിശോധിക്കുന്ന കൂട്ടത്തിൽ 5000-6000 mAh ഉള്ള ബാറ്ററി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗെയിമേഴ്സിന് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിരിക്കും. കൂടുതൽ ബാറ്ററി ലൈഫ് ട്രാവലിംഗ് ഒക്കെ കൂടുതൽ വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ബാറ്ററിയുള്ള ഫോൺ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ബട്ട് മിനിമം ഒരു 4500-5000 mAh ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ കാര്യം ഈസി ആയിട്ട് നടക്കും. സോ ബാറ്ററിയുടെ ഭാഗം നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഫാസ്റ്റ് ചാർജിങ് മിക്കവാറും ഇപ്പോൾ 10,000 രൂപയുടെ മുകളിലുള്ള എല്ലാ ഫോണുകളും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് എന്ന് കൺഫേം ചെയ്യുക. 18 വാട്ടെങ്കിലും മിനിമം ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്ന് കൺഫേം ചെയ്യുക. ഉണ്ടായിരിക്കും, കൺഫേം ചെയ്തോളൂ. ചിലപ്പോൾ ചില മോഡലുകളൊക്കെ പഴയ മോഡലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു മോഡലുകളൊക്കെ ചിലപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഇല്ലാതെ വരാം. ഉണ്ടെന്നൊന്ന് കൺഫേം ചെയ്തോളൂ. തീർച്ചയായിട്ടും കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു ചാർജിങ് സ്പീഡ് നിങ്ങൾക്ക് അവിടെ കിട്ടും. സോ ഫൈനലി ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. ഡിസ്പ്ലേ ക്വാളിറ്റി. സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ 20,000 താഴെ സാംസങ് ഫോണുകളിലാണ് കൂടുതലും കാണുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള ഫോണുകളിൽ ആമോലെഡ് ഡിസ്പ്ലേ നോക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആമോലെഡ് ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ മറ്റു ഫോണുകളൊക്കെ മോശമാണെന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. LCD ആണെങ്കിലും ആമോലെഡ് ആണെങ്കിലും ഓവറോൾ നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെ ആയിരിക്കും മിക്കവാറും ഫോണുകളിലൊക്കെ ഉണ്ടാവുക. ബട്ട് ആമോലെഡ് ഡിസ്പ്ലേ ഉള്ള സാംസങ് ഫോണുകൾ നോക്കിയാൽ കുറച്ചുകൂടി ഡിസ്പ്ലേ മിഴിവ്, ക്ലാരിറ്റി, ഡീപ് ബ്ലാക്ക് അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജ് കൂടുതൽ ആമോലെഡ് ഡിസ്പ്ലേക്ക് ഉണ്ട്. ബട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സാംസങ് ഫോണുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല പെർഫോമൻസ് ലെവലുള്ള പ്രൊസസ്സേഴ്സ് ഉണ്ടാവില്ല. സോ നല്ലൊരു പെർഫോമൻസ് ലെവൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഗെയിം കളിക്കണം എന്നുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. ബട്ട് നോർമൽ യൂസർ ആണെങ്കിൽ പ്രശ്നമില്ല. Exynos 9611 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് മിക്കവാറും 20,000 താഴെയുള്ള എല്ലാ സാംസങ് ഫോണിലും ഉണ്ടാവുക. ആ പ്രൊസസ്സർ നോർമൽ യൂസിന് സഫീഷ്യൻ്റ് ആണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ഈ പറഞ്ഞ ലെവലിലുള്ള റാമും സ്റ്റോറേജും കൂടി എടുത്താൽ നോർമൽ യൂസറെ സംബന്ധിച്ച് യാതൊരു ഇഷ്യൂ ഇല്ല. ഒപ്പം തന്നെ ആമോലെഡ് ഡിസ്പ്ലേയുടെ നല്ല ഡിസ്പ്ലേ അനുഭവം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേയുടെ കാര്യം കൂടി വേണമെങ്കിൽ പരിഗണിച്ചാൽ കുറച്ചുകൂടി നല്ല മീഡിയ കൺസംഷൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വേണമെങ്കിൽ ആ ഡിസ്പ്ലേയുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം. സോ ഫൈനലി നമ്മൾ നോക്കിയാൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ഫോൺ എടുക്കാൻ പോകുമ്പോൾ, ഒരു സാധാരണക്കാരൻ ഫോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഏത് ബ്രാൻഡ് വേണം, ഏത് മോഡൽ വേണം, ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ റാമും സ്റ്റോറേജും കൂടുതൽ വേണം. 4GB എങ്കിലും മിനിമം, 64GB എങ്കിലും സ്റ്റോറേജ് മിനിമം. ഈ രണ്ട് കാര്യം മെമ്മറി കാർഡാണുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതുകൂടി നോക്കിക്കൊണ്ട് സെലക്ട് ചെയ്യുക. സോ ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ പെർഫോമൻസും ഡിസൈനും ഓക്കെ ആയി. ക്യാമറ ഇതുപോലെ റിവ്യൂ, ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഓഡിയോ കളഞ്ഞിട്ട് ക്യാമറ റിവ്യൂ വീഡിയോ മാത്രം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. ബാറ്ററി ഒരു 5000 mAh റേഞ്ചിലുള്ള ബാറ്ററി ആണെങ്കിൽ ഓക്കെയാണ്. ഫാസ്റ്റ് ചാർജർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഡിസ്പ്ലേ പറ്റുമെങ്കിൽ ആമോലെഡ് ഡിസ്പ്ലേ ഉള്ള ഫോണിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് കിട്ടും. അതില്ലെങ്കിലും LCD ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേകൾ തന്നെയാണ് ഇപ്പോൾ മിക്കവാറും ഫോണുകളൊക്കെ വരുന്നത്. സോ ഇഷ്യൂ ഇല്ല. എങ്കിലും ആമോലെഡിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ അത് കൂടി ഒന്ന് പരിഗണിക്കാം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ഒന്ന് രണ്ട് ചില സംഭവങ്ങൾ കമ്പനികൾ ഹൈഡ് ചെയ്ത് ഇങ്ങനെ ഒരു വലിയ സ്ട്രെസ് കൊടുക്കാതെ വിടുന്ന ഒരു കാര്യം, എന്നാൽ നമ്മൾ പലപ്പോഴും മിസ് ചെയ്ത് കളയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 10,000 രൂപയ്ക്ക് നമുക്ക് ഫുൾ HD ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ധാരാളം വരും. എന്നാൽ അവിടെ ഇപ്പോൾ പല ബ്രാൻഡുകളും നമുക്ക് HD+ ഡിസ്പ്ലേ മാത്രമുള്ള ഫോണുകൾ തരുന്നുണ്ട്. അവിടെ ഇപ്പോൾ നമുക്ക് റെഡ്മിയുടെ ഫോണുകളൊക്കെ ആണെങ്കിൽ ഫുൾ HD ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ കിട്ടും. മൈക്രോമാക്സിൻ്റെ ഫോണുകളാണെങ്കിൽ ഫുൾ HD ഡിസ്പ്ലേ കിട്ടും. അത് തീർച്ചയായിട്ടും ഒരു വ്യത്യാസമുണ്ട്. ആമോലെഡ് LCD വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കൂടിയും HD+ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയും മിഴിവും നമുക്ക് ഫുൾ HD ഡിസ്പ്ലേ ഉള്ള ഫോണുകളിൽ കിട്ടും. സോ 10 രൂപ തൊട്ട് അങ്ങോട്ടുള്ള ഫോണിൽ എടുക്കുകയാണെങ്കിൽ അത് ഫുൾ HD ഡിസ്പ്ലേ ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഫുൾ HD ഡിസ്പ്ലേയും ആമോലെഡ് ഡിസ്പ്ലേ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് അവിടെ ഫുൾ HDയും ആമോലെഡ് കിട്ടാനുണ്ടെന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ എടുക്കുക. അതില്ലെങ്കിൽ മോശമാണെന്ന് ഒരു കാരണവശാലും വിചാരിക്കേണ്ട. നല്ല ഡിസ്പ്ലേകൾ തന്നെയായിരിക്കും. ബട്ട് ഫുൾ HD ഒന്ന് പ്രിഫർ ചെയ്യുക. HD+ മാത്രമേ ഉള്ളൂ എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് വിട്ടിട്ട് ഫുൾ HD ഉള്ള ഫോണുകൾ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തോളൂ. സോ ഇത്രയുമാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഫോൺ എടുക്കാനുള്ള ഒരു 4-5 പോയിന്റ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന പോയിന്റ്സേ ഉള്ളൂ. നിങ്ങൾ അധികം കൺഫ്യൂഷൻ ആവാതെ ഈസി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു ഫോൺ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ടെക്കുകൾക്ക് വേണ്ടിയിട്ട്, ഗെയിമിങ്ങിന് വേണ്ടി ഒരു ഫോൺ സെലക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക ക്യാമറയ്ക്ക് വേണ്ടി ഒരു ഫോൺ സെലക്ട് ചെയ്യുമ്പോൾ അതൊക്കെ എങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. ഇതൊരു സാധാരണക്കാരൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഗൈഡാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.